ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പഴയകാല കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മുത്തശ്ശിയുടെയൊക്കെ അടുത്ത് ചോദിച്ചറിയാൻ പറ്റും നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് എന്താണെന്ന്. അതിന് പച്ചപ്പയറും മണിയും ഉരുളക്കിഴങ്ങ് മാത്രം മതി കേട്ടോ കറിക്ക്. നമുക്ക് കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങിലോട്ട് പച്ചപ്പയറും മണിയും ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കഴുകി വൃത്തിയാക്കിയതാണ്. അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോണത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് വേവാൻ ആവശ്യമായ വെള്ളം അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് വേവാൻ വയ്ക്കാം അല്ലേ. അതങ്ങോട്ട് വേവട്ടെ ഒരു സൈഡിൽ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം അല്ലേ. കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ചതഞ്ഞത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ, ഒരുപാട് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കതൊന്ന് അരച്ചിട്ട് വരാം അല്ലേ. അപ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കാൻ പോകണം. അരപ്പ് ഇട്ട് കൊടുത്ത ശേഷം കറി തിളച്ച് റെഡി ആയിട്ടോ. നമുക്കതൊന്ന് ഈ കടുക് വറക്കാം അല്ലേ. കടുകൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പൊട്ടിയ കടയിലോട്ട് ഞാൻ ഇത്തിരി വറ്റൽമുളകും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ കറി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. നാടൻ കറിയാണ്, ട്രൈ ചെയ്യണം.